അയക്കില്ല വർഷേ. ചെയ്തേ എനിക്കെന്താ പറ്റില്ലേ? ഇതെന്റെ ശത്രുവല്ലേ? ഇവിടെ കണ്ട അമ്മ എങ്ങനെ കൊടുക്കാൻ തോന്നുന്നു മോന്തിക്കിട്ട്. പക്ഷെ ഇപ്പൊ എന്താ എനിക്ക് സംഭവിച്ചേ? വേറൊന്നല്ല കെവിനെ, അവളുടെ ഫേസ് കണ്ടപ്പോ നിനക്കൊരു ക്യൂരിയോസിറ്റി. അത് കാരണം നീ ഒരു പെക്ക് കൊടുത്തു, അത്രേ ഉള്ളൂ. കിസ്സൊന്നും അല്ലല്ലോ, വേറെ ഒരു പെക്ക്. യെസ്, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഇവിടെ കണ്ട എനിക്ക് BP കൂടും. എനിക്ക് ഇഷ്ടമല്ല. ഈ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഫീലാ ഇവിടെ കാണുമ്പോ. പക്ഷെ ഉറങ്ങി കിടക്കുമ്പോ ഇച്ചിരി ക്യൂട്ടാണ്. ക്യൂട്ടും കിവിനെ നിനക്ക് എന്താ പറ്റിയേ? നിന്റെ ബ്രെയിൻ ഷോർട്ട് സർക്യൂട്ട് ആവാൻ കണ്ട നേരം. കന്നിമാസത്തിലെ പട്ടി എന്നേക്കാൾ ഭേദാ. ഷിറ്റ്, എനിക്ക് നാളെയില്ലേ എന്റെ ശത്രുവിനെ, അതും ഇവളെ. ഓ, ഇവൾ അറിഞ്ഞാൽ പിന്നെ ചത്താ മതി. കെവിൻ ശത്രുവായ വർഷയെ കിസ് ചെയ്തു. കോളേജ് മുഴുവൻ പാട്ടാവും. ഓ, ചിന്തിക്കാനേ വയ്യ. പിശാശ് തക്കാളി ചുണ്ട് കൊണ്ട് കിടക്കുന്ന കണ്ടില്ലേ? ഇവൾ ഉറങ്ങുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ടാണ് കിടക്കുന്നത്. തുടച്ചു നോക്കിയാലോ? കെവിനെ, നിനക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല, നിനക്ക് ഒന്നുമില്ല. ഒരു ഫീലിങ്സ് വണ്ണം കെട്ടി ഒന്നുമില്ല. ജസ്റ്റ് സയന്റിഫിക് ക്യൂരിയോസിറ്റി. ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് ഇമോഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അത് കിസ്സായിപ്പോയി, അത്ര തന്നെ. ഫിസിക്സ്, ജസ്റ്റ് ഫിസിക്സ്. എനിക്ക് വയ്യ. പാതിരാത്രി എന്റെ ഒടുക്കത്തെ ഒരു ഫിസിക്സ് ക്ലാസ് ആരും കാണണ്ട. ഒരു ഉമ്മ താ മോളൂസേ. ഏട്ടായിക്ക് ദാഹിക്കുന്നു മോളൂസേ. ആ ദാഹം മാറാൻ മോളുടെ ഒരു ഉമ്മ മതി. തരോ? നീ ആ തീർന്നു കളിച്ച ഞാൻ അമ്മ അതിൽ ചാടി വരും. എന്റെ ഏട്ടായിക്ക് അതിനുള്ള ധൈര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏട്ടായിക്ക് മാത്രമല്ല, ഏട്ടായിയുടെ വീട്ടിലെ ആർക്കും ആ ധൈര്യമില്ല. ഇപ്പൊ മോൻ പോയി അടുക്കളയിൽ പോയി പച്ചവെള്ളം കുടിച്ച് ദാഹം തീർക്ക്. ഞാൻ വെക്കുവാ, എനിക്ക് ഉറക്കം വരുന്നു. ബേബി വെക്കണേ ബേബി. ഒരു ഉമ്മ വെച്ചു. ആ, എന്തായാലും പറഞ്ഞതല്ലേ, വെള്ളം കുടിച്ചിട്ട് കിടക്കാം. അയ്യോ അയ്യോ അമ്മേ, കള്ളൻ! ലവലാതി, ഇത് ഞാനാ നിന്റെ ചേട്ടൻ. പാരട്ട കള്ള, നീ എപ്പോഴാണ് എന്റെ ചേട്ടനായത്? വേഗം ഇവിടുന്ന് പോക്കോ, ഇല്ലേ ഞാൻ പോലീസിനെ വിളിക്കും. ഓ, ഇങ്ങനൊരു മണ്ടൻ. നിനക്ക് എന്റെ സൗണ്ട് കേട്ടത് മനസ്സിലായില്ലേ? എന്നോட കളി സൗണ്ട് ഒക്കെ മിമിക്രി കാണിക്കാൻ ആർക്കും പറ്റും. നിനക്ക് എന്റെ ചേട്ടനെ നേരത്തെ അറിയാം അല്ലേടാ പാരട്ട കള്ളം. ആടാ, ഞാനത് എന്റെ ചേട്ടന് ഒരുമിച്ചായിരുന്നു കക്കാൻ പോവാറ്. ഇങ്ങോട്ട് നോക്കണ തെണ്ടി, ഇത് ഞാൻ അക്കേവിൻ. നീ പാതിരാത്രി എവിടെ പോയിട്ട് വരുന്നു? അത് ഞാനൊന്ന് കാറ്റ് കൊള്ളാൻ പോയതാ. കാറ്റ് കൊള്ളാനോ? റൂമില് ഫാനുണ്ടല്ലോ, നിനക്ക് വട്ടാണോ? അല്ല, ഇതെന്താ നിന്റെ ചുണ്ട് ചുവന്നിരിക്കണേ? ഇതെന്താ ലിപ്സ്റ്റിക്കോ? ലിപ്സ്റ്റിക്കും തേച്ചുകൊണ്ട് പാതിരാത്രി കാറ്റ് കൊള്ളാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവോ? ലിപ്സ്റ്റിക്കോ? അത് ലിപ്സ്റ്റിക് ഒന്നും അല്ല. ഞാൻ അവിടെ ഇരുന്ന് ചെറി തിന്നുമായിരുന്നു. ചെറിയോ? അതിനെങ്കിൽ ചെറി ഇല്ലായിരുന്നല്ലോ. സത്യം പറയട തെണ്ടി. അതേടാ, ഞാൻ മരത്തിന്ന് പറിച്ചു തിന്നു. എടാ, ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന ചെറി അത് തിന്നുമായിരുന്നു. പിന്നെ ചെറി ഏതാ ലിപ്സ്റ്റിക് ഏതാ എന്ന് മനസ്സിലാക്കാനുള്ള പേരൊക്കെ എനിക്കുണ്ട്.
ഒരുമാതിരി നോട്ടം നോക്കണേ. സത്യം പറയടാ, നീ മറ്റേതല്ലേ? ഏത്? അതേ ലീലാകൃഷ്ണ. നീ പാലാരി പാലത്തിന്റെ അടിയിൽ പോയിട്ട് വരുവല്ലേടാ മഹാപാപി. അന്നെ തെമ്മാടത്തെ വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ, മിണ്ടരുത്. എവിടെയാടാ നിന്റെ സാരി ഊരിയിട്ടിരിക്കുന്നേ? എന്റെ അപ്പൻ അമ്മൂമ്മമാരോട് മാത്രം ക്രഷുള്ള കാര്യം പറഞ്ഞ് തകർന്നിരിക്കുക. ആ അപ്പൻ നിനക്ക് രാത്രി ലിഫ്റ്റിക്ക് വിട്ട് ഈ പണിയാണെന്ന് പറഞ്ഞ ചത്തുകൂടെ കാലം. പറയോടാ, പറയോന്ന് പറഞ്ഞ നീ കുടിച്ച് ബോധമില്ലാതെ സ്കൂൾ ടെറസിൽ സെക്സി ഡാൻസ് ചെയ്ത വീഡിയോ ഞാൻ അപ്പനെ കാണിച്ചു കൊടുക്കും. ദുഷ്ട വഞ്ചന, അതെനിക്ക് ബോധമില്ലാതെ ഞാൻ ചെയ്തതല്ലേ? ഇതങ്ങനെയാണോ? ഇനി നീ ഒന്നും പറയണ്ട. കാണിക്കണോ? നീ മിണ്ടാതിരിക്കോ? ഞാൻ മിണ്ടാതിരുന്നോളൂ. ആ, നല്ല കുട്ടി. പണ്ടാറ തുടിച്ചിട്ടോ പോകുന്നില്ലല്ലോ. ഇതെന്താ ഏഷ്യൻ പെയിന്റോ? ഓ, അപ്പൊ ഇവളൊക്കെ ഇത്രയും പൊട്ടിയിട്ടിട്ടാണ് ഇങ്ങനെ ധൈര്യത്തിൽ നടക്കുന്നത്. വൈറ്റ് വാഷ് എടുത്ത് മാറ്റിയ കാണാം തനി കോലം. ലിപ്സ്റ്റിക് ഇല്ലാതെ അവളുടെ ചുണ്ട് എങ്ങനെ ഉണ്ടാവും കാണാൻ? ഓ എന്റെ കെവിനെ, നീ വീണ്ടും തുടങ്ങല്ലേ? എന്താ ഇവിടെ ഒരാൾക്കൂട്ടം? വർഷേ, എന്തോ ഒരു പന്തികേട് തോന്നുന്നു. വർഷേ, നിനക്ക് എന്തോ മുട്ടൻ പണി വരുന്നത് പോലെ തോന്നുന്നു. ഇന്നലെ കെവിൻ ചേട്ടനെ മുട്ടനെ ഞാൻ പറഞ്ഞതല്ലേ? എമി, നീ എന്താന്ന് ചോദിച്ചേ? അതൊക്കെ ചോദിക്കാം. ബട്ട് അവിടെ ഒരുത്തൻ നിന്നെ തന്നെ നോക്കി നിൽപ്പുണ്ട്. ആരാണവൻ? കെവിൻ അല്ലാതെ ആര്? ഈ തെണ്ടി എന്താ ഒരുമാതിരി നോക്കുന്നേ? ദേ വരുന്നു. ഇറങ്ങി ഓടിയാലോ? ചുണ്ടൊക്കെ ഒന്നുകൂടെ ചോപ്പിച്ചിട്ടുണ്ടല്ലോ. ബെസ്റ്റ് കെവിനെ, നീ ആദ്യം കണ്ടതവന്റെ ലിപ്സ് ആണ്ടിപ്പൊടി. ഇനി ഞാൻ കിസ് ചെയ്തത് ഇവൾ പറഞ്ഞാണോ? ഏയ്, അറിഞ്ഞത് എന്റെ മോന്ത ഇപ്പോ തെക്കോട്ടൊന്നും തിരിഞ്ഞേ നോക്കി പേടിപ്പിക്കുന്ന നോക്ക്. ഇടക്കേവിനെ, ഇന്നിവിടെ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നു തോന്നുന്നു. അവൾ വരട്ടെ, ഈ കെവിൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ നിന്റെ ഫോട്ടോസ് നോട്ടീസ് ബോർഡിൽ മുഴുവൻ നിന്റെ ഫോട്ടോസാ. നാശം പിടിച്ചാൽ ഇന്ന് ഞാൻ. വർഷേ, വേണ്ട വർഷേ, വെറുതെ പ്രശ്നത്തിന് പോകണ്ട. ഇത് നമുക്ക് സമാധാനമായിട്ട് പറഞ്ഞു തീർക്കാം. നീ മാറും. അത്തെണ്ടിയുടെ വായിൽ ഞാൻ പഴംപൊരി പിടിക്കും, നോക്കിക്കോ. ഇന്നലെ ഉറങ്ങിയപ്പോ പൂച്ചയെ പോലെ കണ്ണവളാ വരുന്നത് നോക്ക്. മതമിളകിയ പോത്തിനെ പോലെ. നീ എനിക്ക് ഫോട്ടോ എടുത്ത് ഇമാതിരി പണി കാണിക്കാൻ നിനക്ക് എവിടെ കിട്ടിയിട്ട് ധൈര്യം? നീ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പുകില് മറന്നുപോയോ? ആ തള്ളയുടെ കാര്യം പറഞ്ഞ് ഇളക്കിയതും പോലെ ഞാൻ പറയുന്നോടി താവളെ. മരപ്പറ്റി, ഇതിനുള്ളത് ഞാൻ തരുന്നുണ്ട്. നീ എണ്ണിയിരുന്നു. നിന്നെ ശരിയാക്കി തരണം. നീ ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടാണ്. എന്താണ് നിന്റെ കാക്കുണ്ടോ? ഓ, ഞാൻ മിക്കവാറും തോൽക്കും ഇങ്ങനെ പോയ. കെവിൻ ലിപ്സിലേക്ക് നോക്കല്ലേടാ. ലിപ്സിലേക്ക് നോക്കടാ. തക്കാളി പോലത്തെ ലിപ്സ്. നോക്കി പോയി, എല്ലാം പോയി. എടാ, ഇവനെന്താ നിങ്ങൾ എനിക്ക് ചത്തു? എന്ത് പറ്റി നിനക്ക്? നീ എന്താ എന്നെ ഒരുമാതിരി നോക്കണേ? നോക്കിയെന്നോ? നിന്നെയോ? ഞാൻ നിന്റെ ബാക്കിലെ സീനറി നോക്കുമായിരുന്നു.
പിന്നെ നിന്നെ എന്റെ പട്ടി നോക്കും. ദേ നോക്കുന്നു, എന്നോടല്ലേ നോക്കരുതെന്ന് പറഞ്ഞേ. ആര് നോക്കി? എന്റെ കണ്ണി പൊടി വീണപ്പോ എങ്ങോട്ടോ നോക്കിയപ്പോ നിന്റെ ഈ തിരുമോന്തയിലേക്ക് ആയി പോയിട്ടുണ്ടാവും. കണ്ണിപ്പൊടിയോ? എവിടെ? ഒന്നും കണ്ടാവില്ലല്ലോ. പിന്നെ എന്റെ കണ്ണിലെ പൊടി നിനക്ക് കാണാൻ തരുമല്ലോ. ഇത് പൊടി. നീ പോടാ. എങ്കിലും ഈ കുഞ്ഞിക്കോഴിയുടെ കാര്യം ഇങ്ങനൊക്കെയാണ് ഉറങ്ങുന്നേ. ഒരു കാലം ഉഗാണ്ടയിലും ഒരു കാലം ആഫ്രിക്കയിലും. പോടാ പട്ടി തെണ്ടി ചെറ്റേ. ഡാ സത്യം പറ, നീ ഇത് എങ്ങനെ ഒപ്പിച്ചു? നീ അപ്പൊ ഇന്നലെ വർഷയുടെ അടുത്ത് പോയിട്ട് വന്നപ്പോഴാണല്ലേ ഞാൻ നിന്നെ കണ്ടത്. എന്റെ മോനെ നിന്നെ സമ്മതിക്കണം. അടാറ് പണിയാണ് നീ അവൾക്ക് കൊടുത്തത്. ഇക്കെ വിൻസക്കറിയെ നോവിച്ചു വിട്ടാ ഇതായിരിക്കും റിപ്ലൈ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. വർഷ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് വരുവാണേ ആ ചുണ്ടിച്ചു വന്നിരുന്നത്. നീ കിസ് അടിച്ചാ? പൊട്ട തോന്നിയാസം വിളിച്ച് പറയാതെ. കിസ്സോ? ആന്നേ, ഇന്നലെ നൈറ്റ് ഞാൻ കണ്ടതാ. ചുണ്ടൊക്കെ ലിപ്സ്റ്റിക് ആയിട്ട്. നിന്നോട് ഞാൻ 16 വട്ടം പറഞ്ഞു അത് ചെറിയാണെന്ന്. ഓക്കെ നീ കിസ്സൊന്നും ചെയ്യില്ലെന്നാ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ബട്ട് നീ അടിക്കിടയിൽ സ്മൈൽ ചെയ്തതെന്തിനാ? അവൾ ഷൗട്ട് ചെയ്യുമ്പോ നീ ഭൂമിയിലല്ലായിരുന്നല്ലോ, സ്വപ്നലോകത്തല്ലെന്നല്ലോ. ഇവനിതെങ്ങനെ കണ്ടു? ഹേയ്, നിനക്ക് തോന്നിയതായിരിക്കും. എന്നാലും നിന്റെ മുഖത്ത് എപ്പോഴത്തെ പോലെ ദേഷ്യം അല്ലായിരുന്നല്ലോ കെവിനെ. എന്തോ ഒരു അത് സൺലൈറ്റിന്റെ ആയിരിക്കും. ഈ സൂര്യപ്രകാശം അതിങ്ങനെ മുഖത്തേക്ക് അടിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എവിടെ ശ്രദ്ധിക്കാൻ? നിങ്ങൾക്ക് എന്റെ കണ്ണും മൂക്കും ഒക്കെ നോക്കി നിൽക്കാനല്ലേ നേരം. ഹേ കെവിൻ, സമ്മതിച്ച് തന്നിരിക്കുന്നു. പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൾക്ക് 2 കൊമ്പ് കൂടുതലായിരുന്നു. അതങ്ങൊടിഞ്ഞു. ഏത് നേരവും നിന്നെ ചൊറിയല്ലേ അവളുടെ മെയിൻ പരിപാടി. ഇവളൊക്കെ പെൺവർഗത്തിൽ തന്നെ കൂട്ടാൻ പറ്റില്ല. പിന്നെ നീയായിരിക്കും പെൺവർഗത്തിൽ കൂട്ടാൻ പറ്റുന്നേ. ഓഫ് കോഴ്സ്, അതിലെന്താ സംശയം? എന്റെ ഈ ബ്യൂട്ടിയിൽ ഈ കോളേജിലെ ഫുൾ ബോയ്സും വീഴും. നീ മാത്രമാ വീഴാത്തത്. നീ വീഴാനാ ഞാൻ കാത്തിരിക്കുന്നത്. സോറി, ഞാൻ വീഴുമെന്ന് ഈ ജന്മം പ്രതീക്ഷിക്കണ്ട. പിന്നെ നീ ഈ സെക്സി ഡ്രസ്സൊക്കെ ഇട്ട് നടന്നിട്ട് എന്താ പ്രയോജനം? കാണാനൊരു ഇത് വേണ്ടേ? അവൾ കളസ് ഇട്ട് നടന്നാലും കാണാനൊരു ചന്തമാണ്. ഓ, എനിക്ക് അവനെ കൊല്ലണം. വർഷേ, നീ ഒന്ന് അടങ്ങ്. അങ്ങോട്ട് ചെന്നാലും മതി കൊല്ലാൻ. നിന്ന് തരും കെവിൻ ചേട്ടൻ. കെവിൻ ചേട്ടനെ ഹീറോയാ, ഹീറോ. ഹീറോ അല്ല, സീറോ. എടി, എനിക്കൊരു ഐഡിയ പറഞ്ഞു താ. എന്നെ അവൻ നാട്ടിച്ചു. എന്നാലും തവള കിടക്കുന്ന പോലാണോ വർഷേ നീ കിടന്നുറങ്ങുന്നേ? ഈ ഓരോ രാത്രി ഓരോ സ്റ്റൈലാണ്. ഒരിക്കൽ ഞാൻ നോക്കിയപ്പോ ഒളിമ്പിക്സിന് ദീപശികയും പിടിച്ച് ഓടാൻ പോകുന്ന പോലെയാ കിടക്കുന്നേ. പിന്നെ ഉറക്കത്തിൽ ചവിട്ടും കുത്തും. എന്റെ അമ്മേ, കെട്ടുന്നവൻ ആരായാലും പഞ്ചറാവും ഉറപ്പ്. നീ വീട്ടിലേക്ക് വാട്ടാ, തരുന്നുണ്ട് ഞാൻ. ഓ ഓ ഓ ഇതെന്താണിത്? വർഷത്താമ്പലട്ടിലെ പള്ളി ഉറക്കം അടിപൊളി. ഓ കൊള്ളാം, ബോഡിയും കവും. ആഹാ, ഇവളെ ഒന്ന് കയ്യെ കിട്ടാൻ കുറെയായി ഞാൻ നോക്കുന്നു. എന്തായാലും ഇന്നൊന്ന് മുട്ടണം. എന്താണ് വർഷത്തമ്പുരാട്ടി, രാത്രിയിലെ പള്ളി ഉറക്കമൊക്കെ സെറ്റാണ് കേട്ടോ. ഒരു തമ്പുരാന്റെ കുറവുണ്ടല്ലോ. ഞാൻ വേണമെങ്കിൽ. അഖിലേഷ്, മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ വായിലെ പല്ലടിച്ച് താഴെ ഞാൻ. നീ ഒന്ന് അടിച്ചു നോക്കടി. അകി, ഇപ്പൊ മുട്ടാൻ നിൽക്കണ്ട. എന്താണ് മുട്ടിയാളി? ഇവള് കുറെയായി എന്റെ കയ്യിന്ന് വഴുതി നടക്കുന്നു. എടാ, ഞാൻ പറയുന്നത് കേൾക്ക്. കെവിൻ, അവൻ ഇവിടെ ഉണ്ട്. ദേ, നിന്നെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. ഇവനെ നമ്മൾ എന്താ കാണാതിരുന്നേ? എനിക്ക് കണ്ട ഊച്ചാളികളുടെ ആവശ്യമൊന്നും ഇല്ലടാ. ഞാൻ ഒറ്റയ്ക്ക് മതി നിന്നെയൊക്കെ നേരിടാൻ.
നിന്നെ പിന്നെ കണ്ടോളാടി. വാടാ, വേഗം സ്ഥലം വിടാം. പിള്ളേരെ, ആ ഇങ്ങോട്ട്. എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ച്? അത് കെവിനെ, ഞങ്ങൾ വെറുതെ നിന്നോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അവളെ വെറുതെ ചൊറിയാൻ നിൽക്കരുതെന്ന്. അത് സോറി കെവിനെ, ഈ കോളേജിന് മുഴുവൻ അറിയാം അവൾ എനിക്ക് ബുള്ളി ചെയ്യാനുള്ള എന്റെ പ്രോപ്പർട്ടി ആണെന്ന്. എന്റെ പ്രോപ്പർട്ടി ആരെങ്കിലും കൈവച്ച സോറി, ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കുക കെവിനെ. ഇവനില്ലാതെ ആയിരിക്കും അവളെന്റെ കൈ കിട്ടും. ഇടിയമ്മി, എന്റെ മനസ്സിൽ ഒരു അടാർ ഐഡിയ വരുന്നുണ്ട്. വേണ്ട മോളെ, മതിയായി എനിക്ക്. നീ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. തൽക്കാലം ആ പ്രാന്തി എന്റെ അനിയത്തെ അറിയണ്ട. അവൾ കാല് വരും ഉറപ്പാ. നീ ഐഡിയ പറ. അത് നീ കണ്ടോ? മാധവൻ സാർ. യെസ്, എന്ത് വേണം? സാർ, ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. എനിക്കറിയാം സാറിന് നമ്മുടെ ക്ലാര മിസ്സിനോട് ഒരു ഇഷ്ടമുണ്ടെന്ന്. അയ്യോ, ഇതുകൂട്ടി എങ്ങനെ അറിഞ്ഞു? ആക്ച്വലി ഞാൻ ഒന്ന് മൂവ് ചെയ്യാനിരിക്കുക. എനിക്ക് ക്ലാരയെ കല്യാണം കഴിക്കണമെന്നുണ്ട്. അതാണ് സാറേ, നിങ്ങള് പെർഫെക്റ്റ് ജോഡിയാണ്. ബട്ട് സാറിന്റെ ആഗ്രഹം നടക്കുമെന്ന് തോന്നുന്നില്ല. വാട്ട്? അത് സാറിന്റെ പ്രേമത്തിന് വിലങ്ങുതടിയായിട്ട് ഒരുത്തൻ ഈ കോളേജിലുണ്ട്. അവന് ക്ലാര മിസ്സുമായി പ്രേമമാണ്. ക്ലാര മിസ്സിന് തിരിച്ചു. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, അവൻ സമ്മതിക്കണ്ടേ? ആരാണവൻ? എന്റെ പ്രേമം പോവണിയാൻ ഒരുത്തനെ തട്ടണമെങ്കിൽ ഞാൻ തട്ടും. സാറിന് എട്ടരുത്. കെവിൻ സക്കറിയ. കെവിൻ? അവൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇന്ന് ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. വർഷൻ, ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. ആ, കുറഞ്ഞു പോയതേ ഉള്ളൂ. അവൻ എന്റെ ബെഡ്റൂം പോസ്റ്റർ അടിച്ച് പരത്തിയതിന് നിനക്കൊന്നുമില്ലല്ലേ? കിട്ടണം. അവൻ കിടന്ന് ചീന് നാറണം. കെവിൻ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മിസ്സേ, ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് മനസ്സിലായെന്ന്. നിന്റെ ഫേസ് കണ്ടാ അറിയാലോ നിനക്ക് മനസ്സിലായിട്ടില്ലെന്ന്. മിസ്സേ, കഴിഞ്ഞില്ലേ? എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. നിന്റെ കണ്ണുകൾ ഇങ്ങനെ കണ്ടിരിക്കാൻ എത്ര രസമാണ്. നിന്റെ മൂക്ക്, ഈ ചുണ്ട്, ഈ മസിൽ, ഈ ബോഡി. മിസ്സേ, ഇത് കോളേജാണ്. മിസ് എന്റെ മിസ്സാണ്. എന്തൊക്കെയായി പറയുന്നേ? സോ വാട്ട്? ഒരു ടീച്ചറിനെ സ്റ്റുഡന്റിനെ പ്രേമിച്ചൂടെ? നീ എന്നെ കല്യാണം കഴിക്കുമോ? നിനക്ക് എന്താ ഇവിടെ പരിപാടി? എനിക്ക് മിസ് കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. നിങ്ങളെ ആരാ മിസ്റ്റർ ഇങ്ങോട്ട് വിളിച്ചേ? ഹണി, എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ. എല്ലാത്തിനും നീയാ കാരണം. നിനക്ക് എന്റെ ലവറിനെ വേണമല്ലേടാ പ്രേമിക്കാൻ. ഒരു മിസ്സിനോട് പ്രേമം തോന്നാൻ നാണമില്ലേ നിനക്ക്? സാർ എന്തൊക്കെയായി പറയണേ? അനാവശ്യമൊന്നും അല്ല, സത്യം, പച്ച പരമാർത്ഥം. വർഷ ഫിലിപ്പോസാ പറഞ്ഞേ. ഷീറ്റ്, ഈ നവളുടെ അവസാനമാ. എങ്ങോട്ട് പോകുന്നടാ? ഇനി നീ എന്റെ ക്ലാരയെ നോക്കിയാ? എനിക്കൊന്നും വേണ്ട, നിങ്ങൾ തന്നെ എടുത്തോ ആ പുഴുങ്ങിയ തള്ളയെ. എന്നോട് കളിക്കാൻ നീ ആയോ? നീ എന്തൊക്കെയാടി എന്നെ ആ തള്ളേനെ പറ്റി മാധവൻ സാറിനോട് പറഞ്ഞു കൊടുത്തേ? എന്നോട് കളിക്കാമെന്നാ ഞാൻ കളി പഠിപ്പിക്കും, മനസ്സിലായോ? ഇക്കെ വിൻകളി പിടിപ്പിക്കാൻ നിന്നാൽ പിന്നെ 10 മാസം കഴിഞ്ഞ് നീ ഫ്രീ ആകും.